ഡിഗ്രി തേർഡ് സെമിസ്റ്റർ ബി എ സോഷ്യോളജി മൊഡ്യൂൾ 1 പാർട്ട് 8 മാക്സിമം പെർസ്പെക്റ്റീവ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ വെബറിൻ്റെ പെർസ്പെക്റ്റീവിന് മാക്സ് വെബറിൻ്റെ പെർസ്പെക്റ്റീവിനെ കുറിച്ചായിരുന്നു. സ്ട്രാറ്റിഫിക്കേഷനുള്ള മാക്സ് വെബറിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത്. ഇനി ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് കാൾ മാക്സിൻ്റെ പെർസ്പെക്റ്റീവ് കാഴ്ചപ്പാടുകളെ കുറിച്ചാണ്. പ്രധാനമായും പറയുമ്പോൾ കാൾ മാക്സ് നമുക്കറിയാം സ്ട്രാറ്റിഫിക്കേഷനെ കണ്ടിട്ടുള്ളത്. ഇവിടെ ഈ ഇനീക്വാലിറ്റിയും സ്ട്രാറ്റിഫിക്കേഷനും ഒക്കെ നിലനിൽക്കുന്നത് ഏറ്റവും പ്രധാന കാരണം എക്കണോമിക്കാണ്, സാമ്പത്തികമാണ് എന്നാണ് കാൾ മാക്സ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ ഒരു സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് സൊസൈറ്റി. ഓരോ പോരാട്ടങ്ങളും ഇത് അതിജീവനത്തിൻ്റെ മാർഗമാണ്. ഈ ഒരു അതിജീവിച്ച് പോകുന്നതിന് വേണ്ടിയുള്ള സംഘടനകളാണ് ഒരു സൊസൈറ്റിയെ മാറ്റങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നൊക്കെ കാൾ മാക്സ് പറഞ്ഞു വെച്ചതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. എന്തായാലും കാൾ മാക്സിൻ്റെ സ്ട്രാറ്റിഫിക്കേഷൻ കാഴ്ചപ്പാടിന് ഞാൻ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏറെക്കുറെ ഒരു ആമുഖം നൽകാം. കാൾ മാക്സ് പറയുന്നത് ലോകത്ത് ആദ്യം ഉണ്ടായിരുന്നത് ആൻഷ്യൻ്റ് സൊസൈറ്റി ആയിരുന്നു. ആൻഷ്യൻ്റ് സൊസൈറ്റി എന്നുള്ളത് ക്ലാസ്ലെസ് സൊസൈറ്റിയാണ്. ഒരു നിശ്ചിത ക്ലാസ് ഉണ്ടായിരുന്നില്ല. ആളുകളൊക്കെ വേട്ടയാടി കിട്ടുന്നത് ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ആ കാലഘട്ടത്തിൽ ആരും ചില ആളുകൾ ഉന്നതർ എന്ന മറ്റുള്ള ചില ആളുകൾ താഴ്ന്ന ആളുകൾ എന്നുള്ള ഒരു വേർതിരിവൊന്നും ഉണ്ടായിരുന്നില്ല. കാലം പിന്നെയും മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ആളുകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സെറ്റിലാവാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ആളുകൾക്ക് കുറച്ച് ഭൂമി കൈവശം വരാൻ തുടങ്ങി. മറ്റുള്ള ആളുകൾ അവരുടെ ഭൂമിയിൽ വർക്കേഴ്സായി. അപ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ടായി. ഒന്ന് ആളുകൾക്ക് ലാൻഡ് ലോഡ്സും പിന്നെ വർക്കേഴ്സും എന്നുള്ള രണ്ട് കാറ്റഗറി വന്നു. ഈ ഒരു അവസ്ഥയാണ് ഫ്യൂഡലിസം വരുന്നത്. ഇങ്ങനെയാണ് ആൻഷ്യൻ്റ് പീരീഡിന് ശേഷം ഫ്യൂഡലിസം വരുന്നത്. ഫ്യൂഡലിസം പിന്നെ സംഘടന വഴിമാറി ക്യാപിറ്റലിസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലാണ്. ഇനി കാൾ മാക്സ് പറയുന്നത് ഇപ്പോൾ വർക്കേഴ്സ് എന്ന ക്യാപിറ്റലിസ്റ്റും മുതലാളിത്ത വർഗം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു റവല്യൂഷൻ ഉണ്ടാവുകയും ഈ റവല്യൂഷനിലൂടെ ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി, പിന്നെ സമൂഹത്തിലൊരു വേർതിരിവില്ലാതെ എല്ലാവരും തുല്യരായി കാണുന്ന ഒരു മുതലാളി തൊഴിലാളി എന്നുള്ള വേർതിരിവില്ലാതെ എല്ലാവരും പിന്നെ ഒന്നിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇനി വരിക. അതാണ് ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കാൾ മാക്സ് മുന്നോട്ട് വെക്കുന്നത്. അവിടെ പിന്നെ ചില ആളുകൾ ഉന്നതരെന്ന് മറ്റു ചില ആളുകളൊന്നും ഉണ്ടാവില്ല. കമ്മ്യൂണിസം ആയിരിക്കും ഉണ്ടാവുക. എല്ലാവരും സോഷ്യലി പിന്നെ അവിടെ ഇനീക്വാലിറ്റിയോ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു പിന്നെ കാഴ്ചപ്പാടാണ്, പെർസ്പെക്റ്റീവാണ് കാൾ മാക്സ് മുന്നോട്ട് വെക്കുന്നത്. ഇതാണ് കാൾ മാക്സിൻ്റെ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ആകത്തുകയുള്ള ഒരു ചുരുക്കം എന്നുള്ളത്. പക്ഷേ ഈ ഒരു കാഴ്ചപ്പാടിനെ മാക്സ് വെബറും ഒക്കെ നന്നായി എതിർത്തതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം മാക്സ് വെബർ പറയുന്നുണ്ട് ലോകത്തൊരിക്കലും ഇനീക്വാലിറ്റി ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. കാരണം ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി വന്നു കഴിഞ്ഞാൽ എന്തായാലും ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ഇപ്പോൾ മോഡേൺ കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ ഇൻഡസ്ട്രിയലൈസേഷൻ വ്യവസായവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ വ്യവസായവൽക്കരണം നടക്കുന്ന സമയത്തും അവിടെ ഒരു ജോലി നൽകുന്ന ആളുകളും ഉണ്ടാവും. ഏതൊരു ഇൻഡസ്ട്രിയുടെയും ഒരു മുതലാളി ഉണ്ടാവും, അതിൽ വർക്കേഴ്സായുള്ള ആളുകളുണ്ടാവും. അതുകൊണ്ട് ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി എന്നുള്ളത് ഒരിക്കലും ഇവിടെ പിന്നെ ഉണ്ടാവാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല. എന്തായാലും ലോകത്ത് ഈ ഉന്നതരും താഴ്ന്നവരും ഉണ്ടാവുമെന്നുള്ള കാഴ്ചപ്പാടാണ് മാക്സ് വെബർ മുന്നോട്ട് വെക്കുന്നത്. കാൾ മാക്സിൻ്റെ ഈ ഒരു പെർസ്പെക്റ്റീവിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് മാക്സ് വെബർ മുന്നോട്ട് വെച്ച ഒരു അഭിപ്രായമാണിത്. ഓക്കെ, എന്തായാലും കാൾ മാക്സിൻ്റെ പെർസ്പെക്റ്റീവിലേക്ക് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ കാൾ മാക്സ് മുന്നോട്ട് വെക്കുന്നത് സമൂഹത്തിൽ explain the institutional social inequality and related phenomena. സമൂഹത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആയിരുന്ന ചില ആളുകൾ, ഉന്നതരും മറ്റു ചില ആളുകളും പിന്നെ താഴ്ന്നവരും, ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി, വർക്കേഴ്സ് സൊസൈറ്റി, പ്രോളിറ്ററേറ്റ് എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഏതായാലും അപ്പോൾ ഈ ഒരു
ഈ പിന്നെ സമൂഹത്തെ ഈ രൂപത്തിലാണ് കാൾ മാർക്സ് നോക്കിക്കാണുന്നത്. കാൾ മാർക്സിൻ്റെ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവിനെ കുറിച്ച് ആൻ്റണി ഗിഡിങ്സും ആൻഡ് ഫിലിപ്പ് സട്ടൺ രണ്ടുപേരും പറയുന്നത്, ഐഡിയാസ് ഡെവലപ്ഡ് ബൈ കാൾ മാർക്സ് ആൻഡ് മാക്സ് വെബർ ഫോം ദ ബേസ് ഓഫ് മോസ്റ്റ് സോഷ്യോളജിക്കൽ അനാലിസിസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. ഇവർ രണ്ടുപേരുടെയും ഈ തിയറികളാണ്, ഐഡിയകളാണ് പിന്നെ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഏറ്റവും ബേസായ കാര്യങ്ങളെ നമുക്ക് രൂപപ്പെടുത്തി തരുന്നത്. Most of Marx's works were concerned with stratification and above all with social class. ഈ കാൾ മാർക്സിൻ്റെ അധിക വർക്കുകളും സ്ട്രാറ്റിഫിക്കേഷനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പക്ഷെ ഒരു സിസ്റ്റമാറ്റിക് അനലൈസിസ് ക്ലാസ് എങ്ങനെയായിരിക്കണം, എന്തായിത്തീരണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതിന് കാൾ മാർക്സ് പരാജയപ്പെട്ടു എന്നുള്ളതൊരു കാഴ്ചപ്പാടാണ് ആൻ്റണി ഗിഡിങ്സ് ഫിലിപ്പ് സട്ടണും മുന്നോട്ട് വെക്കുന്നത്. Marx is the opinion that is a class is a group of people who stands in a common relationship to the means of production and the means by which they gain in livelihood. എങ്ങനെ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അവൻ നേടിയെടുക്കുന്നത് ഏത് രൂപത്തിലാണോ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയെയാണ് ക്ലാസ് ആയിട്ട് കാൾ മാർക്സ് കാണുന്നത്. മാക്സ് അപ്പോൾ നമുക്ക് വർക്കേഴ്സ്, ഇപ്പോൾ ഉണ്ടായിരുന്ന വർക്കേഴ്സ്, മറ്റുള്ള ആളുകൾ ക്യാപിറ്റലിസ്റ്റ്, അവർ ജോലി കൊടുക്കുന്നു, വർക്കേഴ്സ് ജോലി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വർക്കേഴ്സ് എന്നുള്ളതൊരു ക്ലാസ് ആയിട്ടാണ് കാൾ മാർക്സ് നമ്മളോട് അവതരിപ്പിച്ച് തരുന്നത്. In pre-industrial society, therefore, the two main classes were those who owned the land and those who were actively involved in producing goods from land. ഇപ്പോൾ മോഡേൺ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, to the images of modern industry, the means of production was confined to land and the implements used were related to the cultivation of crops or pastoral animals. ഈ മോഡേൺ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള മീൻസ് ഓഫ് പ്രൊഡക്ഷനൊക്കെ വരുന്നുണ്ട്. പക്ഷേ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, ഈ ഇപ്പോൾ വ്യവസായവൽക്കരണത്തിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിലുള്ള അവിടെ രണ്ട് തരത്തിലുള്ള ക്ലാസ് ഉണ്ടായിരുന്നു. ഒന്ന് ലാൻഡിൻ്റെ ഉടമസ്ഥ അവകാശമുള്ള ഭൂമിയുടെ ഉടമകളും മറ്റ് ആ ഭൂമിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളും. ഇങ്ങനെയായിരുന്നു രണ്ട് വിഭാഗമായിരുന്നു പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ഒരുപാട് അന്ന് പഴയ കാലഘട്ടത്തിൽ ആളുകൾക്ക് സമ്പാദിക്കാൻ വെറും രണ്ട് മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്ന് ലാൻഡിന് ഉടമ ആവുക, അല്ലെങ്കിൽ ലാൻഡിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്, ഭൂമിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. പക്ഷേ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് എത്തുമ്പോൾ അവിടെ നമുക്കറിയാം ഫാക്ടറികളുണ്ട്, ഓഫീസുകളുണ്ട്, മിനിസ്ട്രി ആൻഡ് വെൽത്ത് ഓർ ക്യാപിറ്റൽ നീഡഡ് ടു ബേദം ആർ ബിക്കം മോർ സിഗ്നിഫിക്കൻറ്റ്. പല ആളുകൾക്കും ഈ പല രീതിയിലും സമ്പാദിക്കാനുള്ള ഓപ്ഷനുകൾ ഈ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ വരുന്നുണ്ട്. The two main classes emerged are those who own the new means of production, that is industrialist. ഇപ്പോൾ എന്നാൽ മോഡേൺ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള സൊസൈറ്റിയെ കാണാൻ സാധിക്കും. ഒന്ന് ഇത്തരം ഇങ്ങനെ ഓഫീസുകളും ഫാക്ടറികളും ഇൻഡസ്ട്രികളും ഒക്കെ ഉടമകളായിട്ടുള്ള ആളുകൾ ഒരു വിഭാഗം, അവരെ നമ്മൾ ഇൻഡസ്ട്രിയലിസ്റ്റ് വ്യവസായികൾ എന്ന് വിളിക്കും. മറ്റുള്ള ആളുകൾ അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ആദ്യത്തെ വിഭാഗത്തിൽ നമ്മൾ ഒന്നുമില്ലെങ്കിൽ വ്യവസായികൾ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് മുതലാളികൾ എന്ന് വിളിക്കും. and those who earn their living by selling their labor to them. മറ്റൊന്ന് ആ വ്യവസായശാലകൾ വർക്ക് ചെയ്യുന്ന ആളുകൾ. ഇപ്പോഴും നമുക്ക് പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള ആളുകൾ കണ്ടിരുന്നു. ഒന്ന് ലാൻഡിന് ഉടമകളും ലാൻഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളും. എന്നാൽ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് അതേ രണ്ടാളുകൾ കാണാൻ സാധിക്കും. അത് ഒന്ന് വ്യവസായശാലകളും ഓഫീസുകളും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഉടമകളായിട്ടുള്ള ആളുകൾ, ഒരു വിഭാഗം ആളുകൾ, മറ്റൊരു വിഭാഗം ആളുകൾ എന്നുള്ളത് അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ. ഇങ്ങനെ നമുക്ക് രണ്ടായി തരത്തിരിക്കാൻ സാധിക്കും.
കാൾ മാർക്സ് അഭിപ്രായപ്പെടുന്നത് മറ്റൊന്ന് കാൾമാർക്സ് ഒപ്പൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്ലാസ്സസ്. രണ്ട് ക്ലാസ്സുകൾക്കിടയിലുള്ള റിലേഷൻഷിപ്പിനെ കാൾ മാർക്സ് അഭിപ്രായപ്പെടുന്നത് ഫ്യൂഡൽ സൊസൈറ്റികളിൽ എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ളത് നടമാടിയിരുന്നത് പിന്നെ were in the form of the direct transfer of produce from the peasantry to aristocracy. peasantry ഈ വർക്ക് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന അതുകൊണ്ടുണ്ടായിത്തീരുന്ന ഈ പ്രൊഡക്ഷൻ, അതിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ നേരെ അരിസ്റ്റോക്രസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്നുള്ള രൂപത്തിലുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷനാണ് അന്നുണ്ടായിരുന്നത്. ഇപ്പോൾ പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ എടുത്ത് ഉണ്ടായിത്തീരുന്ന ആ പ്രൊഡക്ഷനുകളൊക്കെ പിന്നെ ലാൻഡിൻ്റെ ഉടമ എന്നുള്ളൊരു ഓപ്ഷനുള്ള ആളുകൾ, ഭൂ ഉടമകൾ എല്ലാം എടുത്തുകൊണ്ട് പോകുന്ന തരത്തിലുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷനാണ് അന്നുണ്ടായിരുന്നത്. എന്നാൽ ഇത് ഈ മോഡേൺ യുഗത്തിലേക്ക് വരുമ്പോഴും നമുക്ക് ഇതേ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കും. മാർക്സ് says that in the course of the working days the workers produce more than is actually needed by employees to repay the costing hired them. സാധാരണഗതിയിൽ ഒരു തൊഴിലാളികൾ വന്ന് തൊഴിൽ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന വേതനത്തേക്കാൾ അധികമായി ഈ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് എന്താണ് കാൾ മാർക്സ് പറയുന്നത്? ഇത് സർപ്ലസ് വാല്യൂ ആണ്. ഈ സർപ്ലസ് വാല്യൂ പിന്നെ ക്യാപിറ്റലിസ്റ്റാണ്, മുതലാളി വർഗമാണ് അത് എടുത്തുകൊണ്ട് പോകുന്നത്. ശരിക്കും അത് തൊഴിലാളികൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് കാൾ മാർക്സിൻ്റെ ദിസ് സർപ്ലസ് വാല്യൂ ഈസ് ദ സോഴ്സ് ഓഫ് പ്രോഫിറ്റ്. ഈ സർപ്ലസ് വാല്യൂ ഉണ്ടാകുമ്പോഴാണ് അവിടെ ലാഭം ഉണ്ടാകുന്നത്. വിച്ച് ക്യാപിറ്റലിസ്റ്റ് ആർ ഏബിൾ ടു പുട്ട് ടു ദെയർ ഓൺ യൂസ്. ഈ സർപ്ലസ് വാല്യൂ ഓരോ ക്യാപിറ്റലിസ്റ്റും അവർക്ക് അവരുടെ സ്വയം ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെയാണ് എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കുന്നത്. സത്യത്തിൽ ഒരു വ്യവസായി ഒരാൾക്ക് തൊഴിൽ കൊടുക്കുമ്പോൾ അയാൾ ചെയ്യേണ്ട തൊഴിലിന് അധികമായി അയാൾ തൊഴിൽ ചെയ്യുകയും അയാൾക്ക് കൊടുക്കുന്ന വേതനം കുറയുകയും ചെയ്യുമ്പോഴാണ് ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് സർപ്ലസ് വാല്യൂ ആണ്. സർപ്ലസ് വാല്യൂ എന്നുള്ളത് പ്രോഫിറ്റാണ് എന്നാണ്. ഈ പ്രോഫിറ്റ് ക്യാപിറ്റലിസ്റ്റ് മുതലാളികളാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവിടെ എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കുന്നത് എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. അതുപോലെ തന്നെയാണ് പിന്നെ രണ്ട് സോഷ്യൽ ക്ലാസ്സുകൾക്കിടയിലുണ്ടായിരുന്ന ഇനീക്വാലിറ്റിയെക്കുറിച്ചും കാൾ മാർക്സ് മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം മുമ്പ് ഉണ്ടായിരുന്ന ആളുകളൊക്കെ പിന്നെ പിന്നെ ക്യാപിറ്റലിസ്റ്റ് മുതലാളികളൊക്കെ ലക്ചറി ലൈഫായിരുന്നു പിന്നെ കൊണ്ട് നടന്നിരുന്നത്. ആഡംബര ജീവിതത്തോടെയായിരുന്നു അവർ ജീവിച്ചു പോയിരുന്നത്. പക്ഷേ എന്നാൽ ഇതേ പണിയെടുക്കുന്ന പെസൻറ്റ് തൊഴിലാളികൾ ഇതേ പണിയെടുക്കുന്ന തൊഴിലാളികളാണെങ്കിലോ വളരെ മോശപ്പെട്ട രൂപത്തിലായിരുന്നു ജീവിച്ചു വന്നിരുന്നത്. ഓക്കെ, കാൾ മാർക്സ് ഈ ഒരു അന്തരത്തെ, ഈ ഇനീക്വാലിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു ടേമായിരുന്നു പോപ്പുലറൈസേഷൻ എന്നുള്ളത്. ഓക്കെ, Marx used the term pauperization in order to explain the process by which working class grows increasingly impoverished the relation to the capitalist class. അഥവാ വർക്കിംഗ് ക്ലാസ്സും തെറ്റും ക്യാപിറ്റലിസ്റ്റിൻ്റെയും ഇടയിലുള്ള ഈ അന്തരം അത് അനുദിനം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ സൂചിപ്പിക്കാനാണ് പേപ്പറൈസേഷൻ എന്നുള്ളൊരു ടേം കാൾ മാർക്സ് മുന്നോട്ട് കൊണ്ടുവന്നത്. കാലങ്ങൾ മാറി നിന്നതിനനുസരിച്ചും ഈ അന്തരം കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പിന്നെ കാൾ മാർക്സ് പറയുന്നത്. ഫ്രം ദി ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് കണ്ടിന്യൂസ് സ്ട്രെച്ച് ഇവർ വൈഡർ, അങ്ങനെ വൈഡായിക്കൊണ്ടേയിരിക്കും. ദീസ് ഇനീക്വാലിറ്റി ബിറ്റ്വീൻ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് വർക്കിംഗ് ക്ലാസ് വേർ നോട്ട് സ്ട്രിക്ട്ലി ഇൻ എക്കണോമിക് നേച്ചർ. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റും ഈ മുതലാളികളും തൊഴിലാളികളും തമ്മിലുള്ള ഒരു അന്തരം, ഇങ്ങനത്തെ ഒരു ക്ലാസ് ഇവിടെ ഉണ്ട്. പിന്നീട് ഇനി ഇത് കോൺഫ്ലിക്റ്റിലൂടെ ഇത് മാറും എന്നുള്ളതാണ് കാൾ മാർക്സ് കാണുന്നത്. ഇതാണ് നമ്മൾ ഈ പറഞ്ഞതാണ് സ്ട്രാറ്റിഫിക്കേഷനുള്ള കാൾ മാർക്സിൻ്റെ കാഴ്ചപ്പാടുകൾ. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കരുതുന്നു. താങ്ക് യു.